ഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം. ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ കണ്ടൊരു കാഴ്ചയാണ്. ഹായ് ഫ്രണ്ട്സ്, രാവിലെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്നെനിക്ക് ബസ്സിന് ഓട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ ആട്ടോ ഇടാൻ ഇറങ്ങിയിട്ടുണ്ട്. 5:30 മണി കഴിഞ്ഞപ്പോൾ ആട്ടോ ഇടാൻ ഇറങ്ങിയ പാടെ കിട്ടിയത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ കസ്റ്റമർ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഇനി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്നും അടുത്ത ട്രിപ്പ് കിട്ടുമായിരിക്കും. പ്രതീക്ഷിച്ചതുപോലെ തന്നെ തമ്പാനൂർ ചെന്നപ്പോൾ അടുത്തൊരു ട്രിപ്പ് കിട്ടി. ആ ട്രിപ്പാണെങ്കിൽ എൻ്റെ വീടിനടുത്ത് CT എഞ്ചിനീയറിംഗ് കോളേജിലേക്കായിരുന്നു അവിടെ നിന്ന് ട്രിപ്പ് കിട്ടിയത്. അങ്ങനെ കോളേജിൽ കൊണ്ട് കസ്റ്റമർ ഇറക്കിയ ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്നും അടുത്തൊരു ട്രിപ്പ് കിട്ടി. നേരെ ഇവിടുന്ന് പോകുന്നത് കല്ലമ്പള്ളിയിലേക്കാണ്. അങ്ങനെ കല്ലമ്പള്ളിയിലേക്കാണ് അടുത്ത യാത്ര. കല്ലമ്പള്ളിയിലും എത്തിയ പാടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 5-10 മിനിറ്റ് ഞാനൊന്ന് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് അവിടെ നിന്നും അടുത്ത ട്രിപ്പ് കിട്ടിയത്. റാപ്പിഡോയിലാണ് എനിക്ക് ട്രിപ്പ് കിട്ടിയത്. ശ്രീകാര്യത്ത് നിന്നും നേരെ കിംസ് ഹോസ്പിറ്റലിലേക്കാണ് ആ ട്രിപ്പ്. അങ്ങനെ നേരെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി ശ്രീകാര്യത്തേക്ക് പോകണം. അങ്ങനെ ഞാൻ കിംസിലെത്തിയിട്ടുണ്ട്. സമയം രാവിലെ 7 മണി ആയതുകൊണ്ടും ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടും തന്നെ കിംസിൻ്റെ പരിസരം ഏറെക്കുറെ ശൂന്യമാണ്. 2002 തിരുവനന്തപുരം കിംസ് പ്രവർത്തനം ആരംഭിച്ചത്. ഔദ്യോഗിക റാങ്കിംഗ് ഒന്നും ഇല്ല എങ്കിലും തിരുവനന്തപുരത്തെ മികച്ചതും പ്രമുഖവുമായ ഹോസ്പിറ്റൽ ശൃംഖലയാണ് കിംസ്. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൂടെയാണ്. കിംസിൽ വന്നു കഴിഞ്ഞാൽ പുതിയ ട്രിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ സ്ഥിരമായി വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ ഞാൻ വണ്ടിയും പാർക്ക് ചെയ്ത് അടുത്ത ട്രിപ്പിനായി വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിംസിൻ്റെ തന്നെ എമർജൻസി ബിൽഡിംഗ് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കിംസിൽ നിന്നും ഒരു ട്രിപ്പ് കിട്ടാനായി കട്ട വെയിറ്റിംഗ്. ഏകദേശം അരമണിക്കൂറോളം ഞാൻ കിംസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു. എനിക്കങ്ങനെ പുതിയ ട്രിപ്പുകളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടുന്ന് വണ്ടി എടുത്തു. ഇനി നേരെ പോകുന്നത് കൊച്ചിയുള്ളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഒരു ട്രെയിൻ ഇപ്പോൾ അറൈവലാവുന്നുണ്ടെന്ന് കണ്ടു. അങ്ങനെ നേരെ ആ ട്രെയിൻ പിടിക്കാനാണ് അടുത്ത ഓട്ടം. ഞാനിപ്പോൾ പോകുന്നത് വെൺപാലട്ടം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഹൈവേയിലെത്താം. ഹൈവേയിൽ നിന്നും ക്രോസ് ചെയ്ത് ഇറങ്ങുന്നത് കൊച്ചിയുള്ളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓട്ടോ സ്റ്റാൻഡ് അടുത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറച്ച് മാറി വേണം വണ്ടി പാർക്ക് ചെയ്യാൻ. കാര്യം എനിക്ക് കിട്ടാനുള്ള ട്രിപ്പാണെങ്കിൽ അത് എവിടെ കിടന്നാലും അത് എനിക്ക് തന്നെ കിട്ടും. ഏകദേശം 10 മിനിറ്റോളം ഞാൻ റെയിൽവേ സ്റ്റേഷനടുത്ത് വെയിറ്റ് ചെയ്തു. പുതിയ ട്രിപ്പുകളൊന്നും കിട്ടിയില്ല. കിട്ടിയ ട്രിപ്പിനാകട്ടെ മാന്യമായ റേറ്റുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ട്രിപ്പ് എടുത്തതുമില്ല. ലോക്കൽ ട്രിപ്പുകളാണ് കൂടുതലും വന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തതുമില്ല. ഇനി നേരെ പോകുന്നത് പെട്രോൾ അടിക്കാനാണ്. വണ്ടിയിൽ പെട്രോൾ തീരെ കുറവാണ്. നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ലുലു മാളിൻ്റെ അടുത്തൊരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പുണ്ട്. അവിടേക്കാണ് ഇനി പോകുന്നത്. അവിടെ നിന്നും വണ്ടിക്ക് ആവശ്യമുള്ള ഇനി എണ്ണയും അടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ പുതിയ ഡെസ്റ്റിനേഷൻ തപ്പി യാത്ര തുടങ്ങാൻ. അങ്ങനെ ഞാനിപ്പോൾ പമ്പിലെത്തിയിട്ടുണ്ട്. ഇനിയും പിടിതരാതെ മുന്നേക്ക് കയറിപ്പോകുന്ന പെട്രോൾ വിലയിൽ നിന്നും 115.49 രൂപ ലിറ്ററിന് കൊടുത്ത ശേഷം ഞാനും എൻ്റെ വണ്ടിക്ക് ആവശ്യമുള്ള പെട്രോൾ വെച്ചിട്ടുണ്ട്. കുഴുവിളയിലേക്കാണ് അടുത്ത യാത്ര. ഇതാണ് തിരുവനന്തപുരത്തെ ലുലു മാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളാണ് തിരുവനന്തപുരത്തെ ലുലു മാളെന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ ആ ധാരണ തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്നത് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ശരത് സിറ്റി ക്യാപിറ്റൽ മാളാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണമുണ്ട് ശരത് സിറ്റി ക്യാപിറ്റൽ മാളിന്. എന്നാൽ തിരുവനന്തപുരത്തെ ലുലു മാളിന് ഏകദേശം 2 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണം മാത്രമാണ് ഉള്ളത്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണ നമ്മൾ എപ്പോഴും തിരുത്തേണ്ട കാര്യവും തന്നെയാണ്. കുഴുവിളയിലോട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ലുലു മാളും ആക്കുളം പാലവുമെല്ലാം കഴിഞ്ഞാണ് കുഴുവിള ജംഗ്ഷൻ വരുന്നത്. കുഴുവിള ജംഗ്ഷൻ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയുള്ള SFS സൈബർ പ്ലംസിലേക്കാണ് അടുത്ത യാത്ര. SFS സൈബർ പ്ലംസ് എന്ന് പറയുന്നത് ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയം തന്നെയാണ്. എന്തായാലും കൺഫേമായിട്ടും അവിടെ നിന്നും എനിക്ക് ട്രിപ്പ് കിട്ടും. അവിടെ ട്രിപ്പ് എടുക്കാൻ ചെന്ന് നിന്നപ്പോഴാണ് ആ നഗ്നസത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് നമുക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഓട്ടം കിട്ടാത്ത കാര്യം വേറെ ഒന്നുമല്ല. നമുക്ക് ഈ യൂബറിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ അവർ നമുക്കൊരു സെൽഫി വെരിഫിക്കേഷൻ നമ്മളോട് ചോദിക്കും. അതായത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷയിലെ ഡീറ്റെയിൽസ് എൻ്റെ സെൽഫിയും വെച്ചാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഓണായിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണോ വണ്ടി ഇത് ഓട്ടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സെൽഫി വെരിഫിക്കേഷൻ വയ്ക്കും. ആ സമയത്ത് തനി നമ്മുടെ യൂബർ നമ്മളിപ്പം യൂബർ ആപ്പ്
ഓൺ ചെയ്തിരുന്നാലും തനിയെ ഓഫായി പോകും. പിന്നെ നമ്മൾ വീണ്ടും ആപ്പിൽ കയറി അവർക്ക് സെൽഫി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ആപ്പ് തനിയെ ഓൺ ആവത്തുള്ളൂ. സംഭവം ഞാൻ കിംസിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ റാപ്പിഡോയിലാണ് കിംസിലേക്കുള്ള ട്രിപ്പ് എടുത്തത്. അപ്പോൾ ഈ കിംസിലേക്ക് വരുന്ന വഴി എവിടെ വെച്ചാണ് ഈ ആപ്പ് ഓഫായത്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചതുമില്ല. ഞാനത് ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്നു വെയിറ്റ് ചെയ്തു. കിംസിൽ വന്നൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് കിട്ടാതെ തന്നെ നേരെ കൊച്ചിയോട് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്താറായി. അങ്ങനെ അവിടെ എത്തിയപ്പം അതിനകത്തും വലിയ ട്രിപ്പ് കിട്ടിയില്ല. റാപ്പിഡോയിൽ കിട്ടിയായിരുന്നു, റാപ്പിഡോയിൽ കിട്ടി, ലോക്കൽ ട്രിപ്പ് ആയിട്ട് എടുത്തില്ല. അങ്ങനെ അവിടെയും വെയിറ്റ് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് നമ്മുടെ ഇപ്പം SFSൻ്റെ അങ്ങോട്ട് വന്ന കുഴികൾ വന്നപ്പോൾ സംശയം വെച്ച് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് ഈ യൂബർ ആപ്പ് ഓഫായി നിൽക്കുന്നത്. അപ്പം ആപ്പിൻ്റെ ഭാഗത്ത് തെറ്റല്ല, കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് എൻ്റെ ഭാഗത്ത് പറ്റിയ ചെറിയ മിസ്റ്റേക്കാണ്. ഞാനത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും ഈ പ്രശ്നം ഇവിടെ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. കുഴപ്പമില്ല, ഞാനിപ്പോൾ ആപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിനി അടുത്തൊരു വീഡിയോയിൽ അത് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊന്നും ഞാനൊരു വീഡിയോ തന്നെ ചെയ്തത്. ഞാനിപ്പോൾ പെട്ടെന്ന് അതിപ്പം ഓൺ ചെയ്തുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അടുത്തൊരു വീഡിയോ ഞാൻ എല്ലാവരും കാണിച്ചത് എങ്ങനെയാണെന്ന്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ആപ്പ് ഓൺ ചെയ്തപ്പോഴാണ് എനിക്ക് പുതിയൊരു ട്രിപ്പ് യൂബറിൽ കിട്ടുന്നത്. കുളത്തൂരേക്കാണ് എനിക്ക് പുതിയ ട്രിപ്പ് കിട്ടിയത്. കുളത്തൂർ ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് എനിക്ക് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത് കുളത്തൂർ ജംഗ്ഷനിലേക്ക് പോയപ്പോൾ എനിക്ക് അവിടെ നിന്നും അടുത്തൊരു ട്രിപ്പ് കിട്ടി. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയും പോലെയാണ് എനിക്ക് ആ ട്രിപ്പ് കിട്ടിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിപ്രശസ്തമായ തൃപ്പാദപുരം കല്ലിങ്കലുള്ള കുശമുട്ടം ദേവീക്ഷേത്രത്തിലാണ്. വളരെയധികം പ്രത്യേകതയുള്ള ഒരു ദേവീക്ഷേത്രം കൂടെയാണ് കല്ലിങ്കൽ കുശമുട്ടം ദേവീക്ഷേത്രം. ക്ഷേത്രത്തിന് മുൻപിലായി തന്നെ ക്ഷേത്രക്കുളവും നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ ഈ കുളത്തിൽ നടക്കുന്നില്ല എന്നെങ്കിലും വരും കാലങ്ങളിൽ നല്ല രീതിയിൽ തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നും ഈ കുളത്തിന് പുതുജീവൻ നൽകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന നിലയ്ക്ക് ഞാനും ഒന്ന് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട്. കോവിലിൽ നിന്നും ലേശം ചന്ദനവും എടുത്ത് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആശുപത്രിയുടെ അടുത്തേക്കാണ്. കോവിലിൽ നിന്നത്തെ ചന്ദന ലേശം ഞാൻ ഓട്ടോയിൽ ചേർത്തിട്ടുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണ്. എൻ്റെ പാതി ഞാൻ ചെയ്തു, ബാക്കി ദൈവത്തിനായി. അങ്ങനെ ആ കസ്റ്റമറിനെ കുളത്തൂർ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് ട്രിപ്പ് കിട്ടി. അങ്ങനെ ആ കസ്റ്റമറിനെ എടുത്തുകൊണ്ട് നേരെ ഇനി കഴക്കൂട്ടത്തേക്ക്. രാവിലെ 5 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഫുഡൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ നേരെ പോയി ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് കഴിക്കുന്ന സീനുകളൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ ചേർക്കുന്നില്ല. വരും വീഡിയോകളിൽ അത് പ്രതീക്ഷിക്കാം. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള നാഷണൽ ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. സാമാന്യം നല്ല തെറ്റില്ലാത്ത ആഹാരമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം രാവിലെ പോസ്റ്റാണെന്നാണ് തോന്നുന്നത്. ഒരു ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ട്രിപ്പ് വരും, നമുക്ക് ആ ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. രാവിലെ തന്നെ തെക്ക് വടക്ക് ദിശയിൽ നിന്നും ഉച്ചാന്തലയിലേക്ക് അടിക്കുന്ന ഉച്ചവെയിൽ കാരണം ഞാനിപ്പോൾ വണ്ടിയും എടുത്തുകൊണ്ട് പോകുന്നത് ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലിടാനാണ്. അങ്ങനെയെങ്കിൽ കുറച്ചധികം വെയിൽ കുറഞ്ഞു കിട്ടും. ഇതാണ് കഴക്കൂട്ടം മേൽപ്പാലം. ഈ പാലം വന്ന ശേഷം ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ട്. കഴക്കൂട്ടത്തെ ഇപ്പോൾ കുറേ പേര് കാണുന്നത് അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള മെയിൻ ഒരു ഹബ്ബായിട്ടാണ്. അവർ വീടുകളിൽ നിന്നിറങ്ങി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത ശേഷമാണ് പല ഡയറക്ഷനിലോട്ടും അവർ ജോലിക്ക് പോകുന്നത്. ട്രിപ്പ് ഭയങ്കര ശോകമാണ്. കഴക്കൂട്ടത്ത് ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി. ഇവരോട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് റാപ്പിഡോ കഴക്കൂട്ടത്ത് നിന്നും മങ്ങാട്ടുകോണത്തേക്കായിരുന്നു ആ ട്രിപ്പ് പോകേണ്ടത്. മങ്ങാട്ടുകോണത്ത് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത ശേഷം ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യവട്ടം ഡയറക്ഷനിലേക്കാണ്. കാര്യവട്ടത്തുന്നതിന് മുന്നേ തന്നെ പുതിയൊരു ട്രിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോകുന്നത്. പ്രതീക്ഷ എന്തായാലും തെറ്റിയില്ല. പുല്ലാനിയോളം എത്തിയപ്പോൾ തന്നെ കുളത്തൂരിലേക്ക് പോകാൻ ഒരു പുതിയൊരു ട്രിപ്പ് കിട്ടി. അങ്ങനെ ആ ട്രിപ്പ് എടുക്കാൻ നേരെ കസ്റ്റമറുടെ അടുത്തേക്ക്. കുളത്തൂരുള്ള TSC ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് മുക്കോലക്കൽ ജംഗ്ഷനിലാണ്. മുക്കോലക്കൽ ജംഗ്ഷനിൽ വന്ന് നിൽക്കാനുള്ള കാരണം ഇവിടെ നിന്നും പല റൂട്ടിലേക്കുള്ള ഒരു കണക്റ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും റൂട്ടിലേക്ക് പുതിയൊരു ട്രിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ആ പ്രതീക്ഷയും നോക്കിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കുറച്ചു നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ചില സമയങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്പുകളിലും ഓടിയിടുന്ന ട്രിപ്പാണ്. ഫോൺ വരെ ചില സമയത്ത് ഹാങ് ആയിപ്പോവും. ആ രീതിയിലുള്ള ട്രിപ്പുകളാണ്. എന്നാൽ ചില സമയത്ത് ട്രിപ്പ് കളിക്കാം. എന്നാൽ ചക്കയിട്ട് മുയിലേക്കെന്ന് പറയും പോലെ ഏതെങ്കിലും ഒരു ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്കും ബാക്കി ആപ്പുകളിൽ നേരത്തെ പിടിച്ച ട്രിപ്പായിരിക്കും. അപ്പോൾ പിന്നെ കൺഫ്യൂഷനാവും, ഏത് ട്രിപ്പ് എടുക്കണം.
എന്നാൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത ട്രിപ്പ് എടുക്കാമെന്ന് കഴിയുമ്പോൾ അവിടെയും കാണത്തില്ല. ബന്ധമില്ലാണ്ടായിരിക്കും ട്രിപ്പുകളെല്ലാം പോകുന്നത്. അതാണ് വലിയ കുഴപ്പം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ട്രിപ്പ് ഭയങ്കര ശോകമാണ്. എന്നാലും വലിയ തെറ്റില്ലാത്തതിലുള്ള ട്രിപ്പ് കിട്ടുന്നുണ്ട് ഇന്നത്തെ. ഇപ്പോൾ ഒരു ചെറിയ ലോക്കൽ കിട്ടിയാണ്. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ കഴക്കൂട്ടത്തേക്ക് പോയി നോക്കാം. ഇനി ചിലപ്പോൾ കഴക്കൂട്ടത്തു നിന്ന് ലോക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അന്നേരം കഴക്കൂട്ടത്ത് പോവുകയാണ്. ചെറിയൊരു ലോക്കൽ ട്രിപ്പിന് ശേഷം ഞാനിപ്പോൾ പോകുന്നത് കഴക്കൂട്ടം ജംഗ്ഷനിലേക്കാണ്. ഈ കാണുന്നതാണ് കഴക്കൂട്ടം ഫ്ലൈ ഓവർ. ആറ്റിക്കുഴി ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അൽസാജ് കൺവെൻഷൻ സെൻ്ററിൻ്റെ അവിടെയാണ് ഈ ഫ്ലൈ ഓവർ തീരുന്നത്. കഴക്കൂട്ടം ജംഗ്ഷനിൽ പോകേണ്ടവർ ഈ ഫ്ലൈ ഓവറിൽ ഒരിക്കലും കയറരുത്. ഈ ഫ്ലൈ ഓവറിൻ്റെ സൈഡിലൂടെ സർവീസ് റോഡ് എടുത്ത് വേണം വരേണ്ടത്. അങ്ങനെ ടെക്നോ പാർക്ക് എത്തിയപ്പോൾ തന്നെ എനിക്ക് യൂബറിലൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ലുലു മാളിലേക്കാണ് ആ ട്രിപ്പ് പോവേണ്ടത്. അങ്ങനെ നേരെ ഇനി കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക്. അങ്ങനെ കസ്റ്റമറെ ലുലു മാളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ലുലു മാളിൻ്റെ അടുത്തൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പുതിയ എന്തെങ്കിലും ട്രിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ലുലു മാളിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും എനിക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. പട്ടത്തേക്ക് പോകാനാണ് ആ ട്രിപ്പ് കിട്ടിയത്. കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ലുലു മാളിൻ്റെ ഫ്രണ്ടിലാണ് ആ 2 ഓട്ടോ കിടക്കുന്നതാണ്. പുതിയൊരു ട്രിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്ത ഓൺലൈൻ ഓട്ടോ ഡ്രൈവർമാരെ ഓടിച്ചു വിടുന്ന ഹോം ഗാർഡിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ മാത്രം ജോലി ചെയ്യുന്ന ഹോം ഗാർഡുകൾക്ക് ഓൺലൈൻ ഓട്ടോ ഡ്രൈവർമാരോട് എന്താണ് ഇത്ര പ്രശ്നമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞില്ല. അവിടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാർ പോലും ഞങ്ങൾ ഓൺലൈൻ ഓട്ടോ ഡ്രൈവർമാരോട് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വരുന്നു, ഞങ്ങളുടെ ട്രിപ്പ് എടുത്ത് പോകുന്നു, അവർ വരുന്നു, അവരുടെ ട്രിപ്പ് എടുത്ത് പോകുന്നു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ ഹോം ഗാർഡുകൾ ഞങ്ങളെ ഓടിച്ചു വിടുന്നു. അങ്ങനെ 1-2 ചെറിയ ട്രിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയം പോയി ആഹാരം കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ പോകുന്നില്ല. ഇനി രാത്രി നോക്കുക. കിട്ടുന്ന മാക്സിമം ട്രിപ്പ് എടുക്കണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ചെറിയ രീതിയിലുള്ള ട്രിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. ഉച്ചയ്ക്ക് ഇപ്പം ഫുഡ് കഴിച്ച് ഫുഡ് വീട്ടിൽ പോയി കഴിക്കാനുള്ള സമയം കിട്ടാറില്ല. കാര്യം ട്രിപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും പുറത്തുനിന്നാണ് ഫുഡ്. മാക്സിമം ചില സമയങ്ങളിലൊക്കെ വീട്ടിലോട്ട് പോകുമ്പോൾ വീടിൻ്റെ അടുത്തോട്ടെല്ലാം പോകുമ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ കഴിക്കും. പുറത്തുനിന്നാണ് ഇപ്പോൾ കഴിച്ചത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തണമെന്നുണ്ട്, പക്ഷേ ഉൾപ്പെടുത്തുന്നില്ല. വരും വീഡിയോകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാനിപ്പോൾ ഒരു ഹോം ഗാർഡിൻ്റെ കേസ് ഞങ്ങൾക്ക് തന്നിട്ടുമാണ്. അത് ഞങ്ങൾക്കുണ്ടാകുന്നൊരു പ്രധാന കാരണമാണ്. അതായത് ഞങ്ങളെന്തോ ഒരു തീവ്രവാദികളെ പോലെയാണ് ചില സമയത്തുള്ള ഹോം ഗാർഡുകൾ കാണുന്നത്. നമുക്ക് അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സിനെ കൂടെ ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നമായി. അവർ നോർമലായിട്ട് ഞങ്ങളെ കൂടെ വന്ന് ട്രിപ്പ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ അവർ നമ്മൾ ട്രിപ്പ് എടുക്കുമ്പോൾ അവരൊന്നും ഉണ്ടാറില്ല, ഞങ്ങളൊന്നും അങ്ങോട്ടും ഉണ്ടാറില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. നമ്മളവിടെ ലുലു മാളിൻ്റെ അവരുടെ കോമ്പൗണ്ടിൻ്റെ മതിലിൻ്റെ സൈഡിൽ സർവീസ് റോഡിൽ വാഹനം പാർക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഒരു വണ്ടി എടുത്ത് മാറ്റണമെന്ന് പറയും. മാറ്റിയാലേ പറ്റുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ വെച്ചൊരു ഹോം ഗാർഡായിട്ട് ഞാൻ സംസാരം ഉണ്ടായതാണ്. ഞാനെന്നിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് ഉത്തരം കിട്ടാണ്ടായപ്പോൾ പുള്ളി പറഞ്ഞു ഈ സ്റ്റേഷനിൽ പോയി സംസാരിക്കും. ഞാൻ പറഞ്ഞു
എനിക്ക് സ്റ്റേഷനിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളാണിപ്പോൾ എന്നോട് സംസാരിച്ചത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചെന്നുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിരോധിത മേഖല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സമ്മതിക്കാം, വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇതിപ്പോൾ ഒരു ഗവൺമെൻറ് റോഡിൽ, അതും സർവീസ് റോഡിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് എന്താണ് തെറ്റെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ കണ്ടിന്യൂസ് അവിടെ വണ്ടി പാർക്ക് ചെയ്യാറില്ല. ട്രിപ്പ് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ വണ്ടി എടുത്ത് അതിൽ കൂടി ഇപ്പോൾ ഒരു 5 to 10 മിനിറ്റ്, ഞാനൊരു 5 to 10 മിനിറ്റ് ഒരിടത്ത് വെയിറ്റ് ചെയ്യാറുള്ളൂ. ട്രിപ്പ് കിട്ടില്ലെങ്കിൽ അടുത്ത ട്രിപ്പ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. അതാണ് എൻ്റെ പരിപാടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പെട്രോളത്തിന് ചിലവായാലും കുഴപ്പമില്ല, ഞാനങ്ങനെ പോകും. ഞാൻ എൻ്റെ കൂടെയുള്ള ബാക്കി ഡ്രൈവേഴ്സിനോട് ചോദിക്കുമ്പോൾ അവരും പറഞ്ഞ കാര്യം തന്നെയാണ്, ചുമ്മാ എന്തിനാണ് ഒരിടത്ത് വെയിറ്റ് ചെയ്ത് സമയം കളയണമെന്നാണ് അവരും ചോദിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് പോലും തികച്ച് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം അതാണ് പ്രശ്നം. അത് ഈ കുറച്ച് ഹോം ഗാർഡുകൾക്ക് മാത്രമേ ഉള്ളൂ. ലുലുമാളിൻ്റെ തന്നെ ചിലപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫുകളോടും ചില സമയം നമ്മൾ പറയില്ല. അവർ പറയാൻ നമ്മുടെ റിക്വസ്റ്റായിട്ട് പറയാം, അവരുടെ ജോലി പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ തന്നെ നമ്മൾ വണ്ടി മാറ്റി കൊടുക്കും. ഇത് വന്ന ഉടനെ ആജ്ഞാപിക്കുകയാണ് നമുക്ക്, അല്ലെങ്കിൽ ചേട്ടാ മാക്സിമം ട്രിപ്പ് എടുത്ത് പോകുന്ന അവർ പറഞ്ഞ് ആജ്ഞാപിക്കുകയാണ്. കാര്യം എന്ത് ധൈര്യത്തോടെ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ അവരാരെ ശല്യം ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ ആരെ ശല്യം ചെയ്യാൻ പോകുന്നില്ല. മാക്സിമം കിട്ടുന്ന ട്രിപ്പ് എടുക്കാൻ ഞങ്ങൾ നോക്കുന്നുള്ളൂ. അത് അവർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴക്കൂട്ടത്ത് നിന്നും അടുത്ത ട്രിപ്പ് കിട്ടിയത് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ്. ആ ബാഗും തൂക്കി നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ കൊണ്ടുവന്നത്. പുള്ളി ഈ റെൻ്റ് കാറ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ശംഖുമുഖം സൈഡിൽ എപ്പോൾ വന്നാലും കുറച്ചു നേരം ഇവിടെ നിൽക്കാതെ ഞാൻ പോകാറില്ല. എണ്ണിയാലും തീരാത്ത ഈ തിരകളെ നോക്കി നിൽക്കാൻ വല്ലാത്തൊരു രസം തന്നെയാണ്. ഒരു കാലത്ത് തകർച്ചയുടെ വക്കിലായിരുന്ന ഈ ബീച്ച് ഇപ്പോൾ വികസന പാതയിലാണ്. വരും മാസങ്ങളിലും തുടർന്നുള്ള വർഷങ്ങളിലും ഇതിൻ്റെ പൂർണ്ണമായ നവീകരണം തീരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാലും നമ്മൾ തന്നെയാണ് ഈ ബീച്ചിനെ മൊത്തം നശിക്കുന്നതിനുള്ള തെളിവുകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓല ആപ്പിലൊരു ട്രിപ്പ് ലഭിച്ചു. എപ്പോഴും വന്ന് ഓല ആപ്പ് നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല എങ്കിലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന സിനിമ ഡയലോഗ് പോലെയാണ്. വരുമ്പോൾ നല്ലൊരു ട്രിപ്പുമായിട്ടേ ഓല ആപ്പ് വരാറുള്ളൂ. കിട്ടിയ ട്രിപ്പാകട്ടെ ശംഖുമുഖത്ത് നിന്നും കഴക്കൂട്ടത്തേക്ക് പോകാൻ. അങ്ങനെ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ ശംഖുമുഖത്ത് തന്നെയുള്ള ഉദയസൂട്ടിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇനി കസ്റ്റമറെ പിക്ക് ചെയ്തുകൊണ്ട് നേരെ കഴക്കൂട്ടത്തേക്ക്. കഴക്കൂട്ടത്ത് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത ശേഷം 1-2 ചെറിയ ട്രിപ്പുകൾ കിട്ടി. അതും എടുത്ത് കഴിഞ്ഞപ്പോൾ സമയം 6 മണിയായി. അങ്ങനെ നേരെ പമ്പിൽ പോയി അടുത്ത ദിവസത്തേക്ക് വണ്ടിക്ക് ആവശ്യമുള്ള പെട്രോളും അടിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഞാനിന്ന് വണ്ടി ഒതുക്കുകയാണ്. കാര്യം ഈ വീട്ടിൽ പോയിട്ട് വേറെ 2-3 പരിപാടിയുണ്ട്. അപ്പോൾ അതിനായിട്ട് കൂടെ ഒന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിയുന്നവരെ നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോ ഒക്കെ ആയി നല്ല പുതിയ കണ്ടൻറ്റുകളും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോക്കുള്ള പോരായ്മകൾ ഒരുപാടുണ്ട്. അതെല്ലാം ലഘൂകരിച്ച് ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്കും കമൻറ്റും ഷെയറുകളും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ.